ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണിത്. ഉണ്ടാക്കാനും നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റും അതുപോലെ സോഫ്റ്റും മോയ്സ്റ്റുമാണ് ഈ കേക്ക്. ഈ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഇതിലുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഈ അരിപ്പയിലോട്ട് 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ചേർക്കാൻ പോകുന്നത് കൊക്കോ പൗഡറാണ്. ഞാനിവിടെ അൺസ്വീറ്റൻഡ് ആയ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. നമ്മളിങ്ങനെ അരിച്ചെടുക്കുമ്പോൾ ഈ കൊക്കോ പൗഡറും മൈദയും അതുപോലെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടും. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഈ കേക്കിൽ ചേർക്കാനുള്ള 4 മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചാണ് ബീറ്റ് ചെയ്യുന്നത്. ഇത് നല്ലതുപോലെ തന്നെ ബീറ്റായിട്ട് വരണം, എങ്കിൽ മാത്രമേ ഉള്ളൂ കേക്ക് സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുന്ന മുട്ടയാണെങ്കിൽ ഒന്ന് വെളിയിൽ വെച്ച് അതിനെ തണുപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ചോക്ലേറ്റ് കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഇതിൽ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ നേരിട്ടല്ല ചേർക്കുന്നത്, അതിലോട്ട് ഒരു 1/4 കപ്പ് നല്ല ചൂടുവെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അതിനുവേണ്ടി ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടുള്ള വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോഫിയുടെ സൊല്യൂഷൻ ഇനി ഈ ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വെജിറ്റബിൾ ഓയിലാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് ശേഷം ബീറ്റർ ഉപയോഗിച്ച് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. മൈദയും കൊക്കോ പൗഡറും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. ഞാൻ ഓവൻ നേരത്തെ തന്നെ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നത്. കേക്ക് ടിന്നും ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കേക്ക് ടിൻ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കാം. ഇതിലെന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിൽ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 25 തൊട്ട് 30 മിനിറ്റ് വരെ എടുക്കും ഇത് ബേക്ക് ആയിട്ട് വരാൻ. ഇപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് കുക്കായിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, ഇത് നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ കേക്ക് നമുക്ക് ലെയറുകളായിട്ട് കട്ട് ചെയ്ത് ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിനൊക്കെ ഇത് ബേസായിട്ട് ഈ കേക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ചോക്ലേറ്റ് കേക്കിനും ഒക്കെ ഇത് നമുക്ക് ബേസായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്പോഞ്ച് കേക്കാണ്. സിമ്പിളായിട്ടുള്ള ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത് ഓവനില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ഈസിയാണ്. ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.